അങ്ങനെ പുറത്ത് പോയി വന്നപ്പോഴത്തേക്ക് ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് മുരിങ്ങൻ്റെ ഇല പൊട്ടിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ താഴത്തെ മരത്തിൽ നോക്കിയപ്പോഴാണെങ്കിൽ ഫുൾ ഇലകളും മേളിലാട്ടോ. പിന്നെ ഞാൻ മേളത്തെ മരത്തിൽ പോയിട്ട് ഞാൻ ഇലകൾ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ മേളിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ ഇലകളാട്ടോ. ഇതളകൾ ഭയങ്കര വലുതായിരിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്, മേളിലോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ മേളിൽ പോയി, ടെറസിൻ്റെ മേളിൽ പോയിട്ട് ഞാനിതാ മുരിങ്ങൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചോറിനുള്ള അരിയാട്ടോ അല്ലേ, ചോറിനുള്ള അരിയാണ് ഞാൻ എന്താ വേഗം കഴുകി അടപ്പത്തോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നേ. അതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ട് പൊരിക്കുകയാണ് കേട്ടോ. അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റേതായിട്ട് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയൊക്കെ കൂടുതലിട്ടിട്ട് ഒന്ന് നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വേഗം തന്നെ മുരിങ്ങൻ്റെ ഇല വൃത്തിയാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങൻ്റെ ഇല കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അധികമൊന്നുമില്ല, ഒരിത്തിരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേഗം തന്നെ പരിപ്പൊക്കെ കഴുകി കുക്കറിലോട്ടാക്കിയിട്ട് കുറച്ച് വെള്ളവും മിക്സിലൊക്കെ ഇട്ടിട്ട് അടുപ്പത്തോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും ഞാനിത് ഉള്ളിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുത്തി ചതച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് മാത്രം ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടാവും അറിയാലോ. അങ്ങനെ ഉള്ളിയൊക്കെ ചതച്ചിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പൊന്ന് വെന്തപ്പോഴത്തേക്കും ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ആ മുരിങ്ങൻ്റെ ഇല തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കറി ഈ മുരിങ്ങൻ്റെ ഇലയും പരിപ്പും കൂടി നമുക്ക് ആ കുത്തി ചതച്ചയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത്തിരി എരിവ് കൂട്ടിയിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം ചോറ് കഴിക്കുമ്പോൾ എപ്പോഴും എരിവ് മുന്നിൽ നിൽക്കണം. അങ്ങനെ ഇതെല്ലാം നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് ഞാനത് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് ബേസത്തിൽ. അങ്ങനെ അതെല്ലാം കൈയോടെ ഇങ്ങനെ കഴുകി വെക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീടെത്തിയപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആയിരുന്നു തോന്നുന്നു. അത്രയും നേരം വൈകിട്ടാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ ആ ഗ്യാസിൻ്റെ അവിടെയൊക്കെ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം ചൂടുവെള്ളം ഓട്ട വെക്കുന്നത്. ചൂടുവെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂടുവെള്ളം വെച്ചിട്ട് ഞാൻ പിന്നെ ജനലൊക്കെ ഒന്ന് പൂട്ടിയിടുന്നുണ്ട്. കാരണം ഈ ടൈം ആകുമ്പോൾ നല്ല കൊതുക് ഉണ്ടാവും. പിന്നെ ഞാൻ കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കുളിച്ചതാണ്, എന്നാലും വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടുവെള്ളം പകർത്തണം, ചോറ് വടിക്കാനുണ്ട്. അപ്പോൾ ആ ചോറ് വാർക്കാനാട്ടോ ഈ പോകുന്നത്. അങ്ങനെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വാർത്ത് വെച്ച് സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാനിത് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. ചൂടുവെള്ളം എടുക്കും മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ ചൂട് അറിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കയ്യിലോട്ട് ആവി കയറി ആകെ പെടഞ്ഞു പോയി ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ല. ചൂട് അറിയിട്ട് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ജഗ്ഗൊക്കെ നീക്കി വെച്ച് ഞാൻ വേഗം പപ്പടം കാച്ചാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടം ഞാൻ കുളിച്ച് വന്നിട്ടാണ് കാച്ചുന്നത്. പിന്നെ ഉടനെ തന്നെ ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും നമ്മുടെ പരിപ്പും മുരിങ്ങൻ്റെ ഇലയും പിന്നെ നല്ല ബീഫ് പൊരിച്ചതും പിന്നെ